നമസ്തേ, കാന്താരി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇതിന് 1 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 3 കപ്പ് മൈദയും ഒക്കെ വേണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതുപോലെ അത് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്ന് അലിഞ്ഞ് വരും. അതുവരെ നമുക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അലിച്ചെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം അലിയാൻ പറ്റണം. മാക്സിമം അലിയിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അത് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്, അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഇത് മൂടി വെച്ചിട്ട് കാണാം. അപ്പം ഞാനിതിലേക്ക് ഒരു ബേസിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 3 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഈസ്റ്റിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ, അത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പൊന്തി വന്നിട്ടുണ്ടാവില്ല. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം, ഇളം ചൂട് വെള്ളം നമ്മൾ കുറേശ്ശെ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ കൂടുതലെടുത്ത് കുഴയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ് കേട്ടോ. ബ്ലം ബ്ലം എന്നിരിക്കും മാവ്. അപ്പോൾ ഞാനിത് ഫുള്ള് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ബേസണിലേക്കും അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളിലോട്ടും നമുക്ക് ഓയിലൊഴിച്ചിട്ട് തടവി അങ്ങ് വയ്ക്കാം. അപ്പം ഞാൻ ഈ ബോൾ ചെയ്തെടുത്തപ്പോഴും എനിക്ക് വെള്ളം ചേർക്കേണ്ടി വന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണം വെള്ളം. ഇളം ചൂട് വെള്ളം തന്നെ ചേർത്താൽ മതി. അപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നനഞ്ഞ തുണി വച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ടവലെടുത്തിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് മേലേക്ക് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില, കുരുമുളക് ചതച്ചത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മിക്സിയിൽ അരച്ചുകൊണ്ട് വന്നതാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഞാൻ 2 പീസാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു ചിക്കൻ്റെ പകുതി പീസ് അത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എരിവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.25 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് വിനീഗർ ഒഴിക്കണം. ഒരു നേരി പുളിക്ക് വേണ്ടിയിട്ട്. വിനീഗർ ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് അത്ര ഒഴിക്കുന്നത്. നമുക്ക് ഇത് മിക്സ് ചെയ്യേണ്ടേക്ക് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണം.
അപ്പോൾ നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കുക, പുളി നോക്കുക, എരിവ് നോക്കുക. അപ്പോൾ അതെല്ലാം പാകമാണോ നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ആദ്യം വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് നമുക്ക് നല്ലോണം മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് വരെ വെച്ചേക്കാം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ആദ്യത്തെ പീസ് എടുത്തു. നല്ലതുപോലെ ആ വരഞ്ഞ് വെച്ചേക്കണതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചു. കേട്ടോ, അത് കാണുമ്പോൾ തന്നെ കൊതിയാവണം. നന്നായിട്ട് തന്നെ നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ ചിക്കൻ അത്രയും ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെയും തേച്ച് നമുക്ക് ആദ്യത്തെ പീസ് മാറ്റി വയ്ക്കാം. ഇനി എന്നിട്ട് രണ്ടാമത്തെ പീസിലും തേച്ച് പിടിപ്പിക്കാം. അതുപോലെ തന്നെ അതിനകത്തും ആ ഗ്യാപ്പിൽ വരഞ്ഞേക്കണതിലൊക്കെ ഉള്ളിലേക്കൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ചിക്കൻ ചേട്ടന് നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തേച്ച് ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഇതാക്കി തേച്ച് അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. എണ്ണയൊക്കെ ചൂടായി, എണ്ണയിലേക്ക് വച്ച് കൊടുക്കാം. നല്ലൊരു ഒച്ച കേൾക്കണുണ്ടോ? ഇനി അടുത്ത പീസും വെച്ച് കൊടുക്കുക. നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറഞ്ഞ തീയിൽ തന്നെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും കുക്കാവുള്ളൂ. ചിക്കൻ ഇവിടെ കിടന്ന് നല്ലോണം മൊരിയട്ടെ. ഇനി എൻ്റെ മോള് മയോണൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരും. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക, ചെറിയ മിക്സിയുടെ ജാറ്. അല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, പിന്നെ വിനീഗർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് 1/2 ടീസ്പൂൺ ചേർക്കുക. 2 വെളുത്തുള്ളി ചേർക്കുക. ഇനി ഇത് 1 മിനിറ്റ് ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ച് നല്ല പതപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഇന്ന അളവെന്ന് പറഞ്ഞിട്ടല്ല ഓയിൽ ഒഴിക്കുന്നത്, ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ 1 മിനിറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ രൂപം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ചേർക്കുക, എന്നിട്ട് വീണ്ടും 1 മിനിറ്റ് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് അടിച്ച് വരുമ്പോൾ മയോണൈസിൻ്റെ ആ ഒരു രൂപം വരണ വരെ നമ്മളിത് ചെയ്യണം. ഇന്ന അളവെന്ന് പറഞ്ഞിട്ടല്ല ഞാനിവിടെ ഓയിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മയോണൈസ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 2 സൈഡിലേക്ക് മാറി മാറി കുറഞ്ഞ തീയിലിട്ട് നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടല്ലോ, 2 സൈഡ് നല്ല അടിപൊളിയായിട്ട് നല്ലോണം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ തന്നെ കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട് കേട്ടോ. പക്ഷെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടേ മതിയാവും. അപ്പോൾ നമ്മുടെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അപ്പോൾ നമുക്ക് ഇത് ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ചങ്ങ് എടുക്കാം, ഇടിച്ച് വരത്തിയെടുക്കാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, നല്ല മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇടിച്ച് കുഴച്ച് പരത്തിങ്ങ് എടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ ഒന്നല്ല, നിങ്ങൾ നല്ലോണം ഇടിച്ച് പരത്തണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇനി എൻ്റെ ഊഴമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 കപ്പ് മാവിന് 8 കുബൂസാണ് നമുക്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനത് 8 റോളാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ റോള് നമുക്ക് കുറച്ച് മൈദമാവ് മറ്റേ ചപ്പാത്തി പലകയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചുറ്റിനൊന്ന് വിടർത്തി കൊടുത്തിട്ട് നമുക്ക് മൈദമാവ് അതിന് മീതെയൊക്കെ നല്ല പൊത്തിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് ചുറ്റിനൊന്ന് വെച്ചിട്ട് നമുക്ക് മൈദമാവ് അതിൻ്റെ മീതെ ഇട്ടിട്ട് പിന്നെയും ഒന്നും കൂടി ഷേപ്പൊക്കെ പരത്തിയെടുക്കാം. കറക്റ്റ് ഷേപ്പൊന്നും ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ എൻ്റെ ഷേപ്പായില്ല കണ്ട, ഒരു സൈഡ് ഇത്തിരി കയറിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ഓയിലൊന്നും തടവണില്ല, ഓയിലില്ലാതെ തന്നെയാണ് നമ്മൾ ചുട്ടെടുക്കണേ. അപ്പോൾ നമുക്ക് പതുക്കെ പരത്തി കൊടുക്കാം. ഓരോ സൈഡും 4 സൈഡും അങ്ങനെ ചുറ്റി ഇട്ടിട്ട് നമുക്ക് ഷേപ്പ് വരുത്തുന്ന രീതിയിൽ കൂടെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് പരത്തിയെടുക്കാം. ഒരു സൈഡ് ഷേപ്പൊന്നും ആയില്ലെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചപ്പാത്തി വരുത്തുമ്പോഴാണെങ്കിലും കറക്റ്റ് ഒന്ന് റൗണ്ടൊന്നും ആയിട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. ചട്ടിയിലേക്ക് ഇട്ടു ആദ്യത്തെ. ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തീയിലിട്ട് മറിച്ചെടുക്കാം. ഒരേ സൈഡിൽ തന്നെ വേവിക്കരുത്. ഒരു സൈഡ് പതുക്കെ ചൂടാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
എന്നിട്ട് മറ്റേ സൈഡ് ഒന്നും കൂടി ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചട്ടക വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് വരും. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് വരും. നമുക്കൊരു ബ്ലാക്ക് ഡോട്ട് വരണത് വരെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റും. തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നേരിയതായിട്ട് ബ്ലാക്ക് ഡോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടക വെച്ച് ഒന്നും കൂടി അമർത്തി കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ബബിൾസ് പോലെ തന്നെ വരും. ലെയേഴ്സ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അമർത്തി കൊടുക്കുക. നമ്മളതിനകത്ത് വെളിച്ചെണ്ണയൊന്നും തൂവണില്ലല്ലോ, വെറുതെ ചൂടാക്കി എടുക്കണേ ഉള്ളൂ. 2-3 പ്രാവശ്യം അങ്ങോട്ട് മറിച്ച് എടുക്കേണ്ടി വരും. അങ്ങനെ ആദ്യത്തെ കുബൂസ് റെഡി ആയതുകൊണ്ട് രണ്ടാമത്തെയും അതുപോലെ പരത്തിയെടുക്കുക. ഇതൊരു ഷേപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി മോനാണ് നമ്മുടെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ പോണത്. അവനാണ് കേട്ടോ ഇതിനകത്ത് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അരിഞ്ഞ് തന്നേക്കണത്. നല്ല സ്റ്റൈലായിട്ട് അവൻ അരിഞ്ഞ് തന്നിട്ടുണ്ട്. വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലൊക്കെ മാറ്റി ചെറിയ പീസാക്കി തന്നെ മോൻ തന്നെ അത് ചിക്കനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് ചൂട് കയറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മാത്രം നല്ലോണം ഇട്ട് മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും നമ്മൾ ക്യാരറ്റും ഒക്കെ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ മയോണൈസ് കുറവായതുകൊണ്ടാണ് മയോണൈസ് ചേർക്കാത്തത്, കുറച്ച് മയോണൈസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മളിപ്പോൾ ചേർത്തില്ലെങ്കിലും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ മയോണൈസ് കുറവായതുകൊണ്ട് കുബൂസിൽ തേച്ചിട്ടാണ് നമ്മളുടെ ചിക്കനൊക്കെ അതിനകത്തേക്ക് വയ്ക്കണത്. ക്യാരറ്റ് നമ്മളെപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്യണതാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ പച്ചപ്പ് ശരിക്കും നഷ്ടപ്പെടും. അപ്പം നമുക്കൊന്ന് കടിക്കുമ്പോൾ ആ പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത് കേട്ടോ. ഇതോടൊപ്പം കുറച്ചും കൂടി മയോണൈസും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇനി ഇത് റോൾ ചെയ്യണതും മോൻ തന്നെയാണ്. കുബൂസ് സൈഡിൽ വെച്ചിട്ടുണ്ട്, അതിൻ്റെ സൈഡിൽ കുക്കുമ്പർ വെച്ചിട്ടുണ്ട്, മയോണൈസൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് അവൻ്റെ അടുത്ത് റോൾ ചെയ്യണത്. ഇതെല്ലാം ചിക്കൻ്റെ സംഭവങ്ങളെല്ലാം വച്ച് അവൻ തന്നെയാണ് എല്ലാം റോൾ ചെയ്തെടുത്തത്. ഇനി ചിക്കൻ ഒരു സൈഡിലിട്ട് വേണം എപ്പോഴും ഫില്ല് ചെയ്യാനായിട്ട്. സെൻറ്ററിലിട്ടെല്ലാം കുഴപ്പമില്ല, സൈഡിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സൈഡ് ആണെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച പോലെ നമുക്ക് മടക്കി തന്നെ വയ്ക്കാൻ പറ്റും. അങ്ങനെ 8 എണ്ണം അവൻ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ഞങ്ങൾ ഷേക്കും കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഈ കുക്കുമ്പർ സൈഡിലിരിക്കുന്നുണ്ട്. ഫില്ല് ചെയ്തതിൻ്റെ ബാലൻസുള്ള ചിക്കൻ പീസുകളും അതിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മയോണൈസ് ഇരിക്കുന്നുണ്ട്, ഷേക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അത്താഴം ഉണ്ട് ഇത് ഞങ്ങളുടെ. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.